സിന്ധൂസ് ഹോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി നമസ്കാരം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ കറിയാണ്. അതായത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വളരെ രുചികരമായിട്ട് നമുക്കിന്നൊരു ചിക്കൻ കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 1.5 കിലോയോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോടുകൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് ഇത് ഒന്ന് മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ വെക്കണം. അതിനുവേണ്ടി ഞാൻ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ മസാല ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു അര സ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ടതിന് ശേഷം 1 സ്പൂണ് നാരങ്ങ നീര് കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പുരട്ടി നമുക്ക് അരമണിക്കൂർ ഒന്ന് വെക്കാം. ഇപ്പം മസാല എല്ലാം പുരട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു പാന് അടുപ്പിൽ വെക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി, നല്ല 2 കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇട്ടെടുക്കാൻ പോകുന്നത്, ഞാനൊരു 4 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5 പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു അര സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചിക്കൻ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നന്നായി ഒന്ന് ചൂടായിട്ടിട്ട് പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയെല്ലാം നന്നായി ചൂടായി വന്നു. ഇനി അതിലേക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കാം.
വെള്ളമയം മുഴുവൻ നമുക്ക് മാറിക്കിടണം. അതുവരെ നമുക്ക് ഇത് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചിക്കനൊക്കെ നന്നായി വഴണ്ട് അതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1 സ്പൂണ് ഗരം മസാല പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമ്മളത് വഴറ്റി കൊടുത്തോണ്ട് ഇരിക്കണം. ഇനി അതിലേക്ക് 2 തക്കാളിക്ക ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കണം. തക്കാളിക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല ഒരു തേങ്ങ തിരുമ്മി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അത് 2-ാം പാല് ഞാൻ ഇതിലേക്ക് ആദ്യമേ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ സർവ്വസുഗന്ധിയുടെ ഇല, ഇതാണ് സർവ്വസുഗന്ധിയുടെ ഇല, ഇത് എൻ്റെ ഒരു 3-4 ഇല കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണ്. ഗ്രേവിയൊക്കെ നന്നായി കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലെടുത്ത തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയുടെ പീര
അത് ഞാൻ ഇളം ബ്രൗൺ നിറത്തിൽ, ഒത്തിരി മൂപ്പിച്ചിട്ടില്ല, ഇളം ബ്രൗൺ നിറത്തിൽ അതിൻ്റെ വെള്ളമെല്ലാം പറ്റിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവരെ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി നമ്മൾ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവി കൂടി ആ തേങ്ങാപ്പീരെ പിടിച്ചങ്ങ് സെറ്റാവും. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ, തേങ്ങയുടെ ഒന്നാം പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ടേസ്റ്റ് കൂടെ നോക്കണം കേട്ടോ. ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരാളെ തിന്നാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്, നമ്മുടെ ഉണ്ണിമോള്. ഉണ്ടോ മോന്? വേണം, പാപ്പ തരാം, അമ്മ പാപ്പ തരാമല്ലോ. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിയില കൂടി വിതറാൻ പോവാണ്. 3 പാപ്പ തരാമല്ലോ അമ്മ, ഇപ്പോൾ പാപ്പ തരാമല്ലോ.